സ്ഥിരീകരിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം അവിടേക്ക് തിരിച്ചത്. അന്വേഷണ സംഘത്തിലെ ഡിവൈഎസ്പി ഷൗക്കത്തലിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് മുംബൈയിൽ ടി.കെ. രജീഷിന് വേണ്ടി തിരച്ചിൽ നടത്തുന്നത്. ടി.കെ. തങ്ങാനുടെയുള്ള കേന്ദ്രങ്ങളെപ്പറ്റി കൃത്യമായ വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മുംബൈ പോലീസിന്റെ കൂടി സഹായം തേടിക്കൊണ്ടാണ് അന്വേഷണം. ടി.കെ. പിടികൂടിയാൽ ടി.കെ. വധത്തിന്റെ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്ന കണക്കൂട്ടലിലാണ് അന്വേഷണ സംഘം. അതേസമയം കസ്റ്റഡിയിലുള്ള റഫീഖിന്റെ അറസ്റ്റ് ഇതുവരെ പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല. റഫീഖിനെ ഇന്നലെയും വിശദമായി പോലീസ് ചോദ്യം ചെയ്തു. ഒളിവിൽ പോയ ശേഷം പൊടിച്ചുനിയുമായി ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ലെന്നാണ് റഫീഖ് പോലീസിനോട് പറഞ്ഞത്. ഇതിനിടെ CPIM സംസ്ഥാന സെക്രട്ടറി രംഗം എളമരം കരീമിനെതിരായ കേസിൽ FIR കോടതിയിൽ സമർപ്പിച്ചു. വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് FIR സമർപ്പിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയത് കൂടാതെ 117, 203 എന്നീ വകുപ്പുകളും വടകര പോലീസ് തയ്യാറാക്കിയ FIR ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജനക്കൂട്ടത്തെ കുറ്റം ചെയ്യാൻ പ്രേരിപ്പിച്ചു, ചെയ്യപ്പെട്ട കുറ്റത്തെപ്പറ്റി വ്യാജ വിവരം നൽകി എന്നിവയാണ് എളമരത്തിനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ. ഇന്ത്യ വിഷൻ, കോഴിക്കോട്. വിവാദ പ്രസംഗത്തിലെ വെളിപ്പെടുത്തൽ സംബന്ധിച്ച കേസിൽ